ബ്രഹ്മയുഗം സൂപ്പർ അടിപൊളി മരണമാസം മമ്മൂക്ക പൊളിച്ചു എന്നൊന്നും പറയാനല്ല ഞാൻ ഈ വീഡിയോ ചെയ്തേക്കുന്നത്. കാരണം ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി കേട്ടേക്കുന്ന കാര്യമാണ്. ഇതൊക്കെ ഒരു ഫാക്റ്റ് ആണെന്നുള്ളൊരു കാര്യം എല്ലാവർക്കും അറിയാം. മമ്മൂക്ക എന്ന് പറയുന്ന ആക്ടറിന്റെ അടിപൊളിയായിട്ട് ചെയ്തു വെച്ചേക്കുന്ന സിനിമയാണ് ബ്രഹ്മയുഗം. അതിന്റെ ടീച്ചറൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടേക്കുന്നതാണ്. ആ ഒരൊറ്റ സീൻ അവസാനത്തെ ഒരു 10 സെക്കൻഡ് കാണുന്ന സമയത്ത് തന്നെ പടത്തിന്റെ ഒരു എലിവേഷൻ എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. വീണ്ടും 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 പല ചാനലുകളിൽ നിങ്ങൾ കണ്ട് വെറുത്തേക്കുന്ന സംഭവം ഞാൻ വീണ്ടും ഇവിടെ പറയാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷേ ഒരു വ്യത്യസ്തമാണ്. ലേറ്റാ വന്നാലേ ലേറ്റസ്റ്റാ വരുവെന്ന് പറഞ്ഞോണം. ഒരു അടിപൊളി ടീസർ വന്നിട്ടുണ്ട് ബ്രഹ്മയുഗത്തിന്റെ കളർ ടീസർ. നിങ്ങളെല്ലാവരും ഈ സിനിമയുടെ മോണോക്രോം വേർഷൻ കണ്ടിട്ടുണ്ടാവും, ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേർഷൻ കണ്ടിട്ടുണ്ടാവും. പക്ഷേ അടിപൊളി ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള ഒരു കളേർഡ് വേർഷൻ വരാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ചൂസ് ചെയ്യുന്നത് കളർ വേർഷൻ ആയിരിക്കും എന്നുള്ളൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. അത്രയും ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു അടിപൊളി വർക്ക് എനിക്ക് തോന്നിക്കുന്ന ഒരു സാധനം ആയതുകൊണ്ട് തന്നെയാണ്. കാരണം പൂർണ്ണമായിട്ട് ഇരുട്ടിൽ കാണേണ്ട ഒരു സാധനത്തിന് ഒരു കാന്താര വൈബ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയുണ്ടാവും, നല്ലൊരു കളേർഡ് വേർഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയുണ്ടാവും. ശരിക്കും ഈ ഒരു സിനിമയ്ക്ക് ഒരു കളേർഡ് വേർഷൻ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ള കാര്യം ചിന്തിപ്പിച്ച ഒരു സമയമായിരുന്നു ഇന്നലെ വൈകിട്ട് കണ്ടായിരുന്ന ഈ ഒരു ടീസർ എന്ന് പറയുന്നത്. ബ്രഹ്മയുഗം എന്ന് പറയുന്ന സിനിമയുടെ കളർ ടീസറാണ് നമ്മൾ റിയാക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അടിപൊളിയാണ്, കണ്ടിട്ട് നിങ്ങൾ തന്നെ പറയാം എങ്ങനെയാണെന്നുള്ളൊരു കാര്യം. എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഡൊണാൾഡ് എന്നാണ്. സോ വെൽക്കം ബാക്ക് ടു ടുഡേസ് വീഡിയോ. നിങ്ങളെല്ലാവരും കണ്ടേക്കുന്ന മോണോക്രോം വേർഷൻ ഈ സൈഡിൽ കിടക്കുന്നുണ്ട്. സോ നമുക്ക് എന്തായാലും ഇതിന്റെ കളേർഡ് വേർഷൻ ഒന്ന് കണ്ടുവെക്കാം. ഒരു കാര്യം ചെയ്യാം, ഈ സൈഡിൽ കളേർഡ് വേർഷനും ഈ സൈഡിൽ മോണോക്രോം വേർഷനും വെക്കാം. ഏതാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടെന്നുള്ളൊരു കാര്യം നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യാം. സോ നമുക്ക് എന്തായാലും കണ്ടുവെക്കാം. ബ്രഹ്മയുഗം കളർ ടീസർ. നൈറ്റ് ഷിഫ്റ്റ് വൈനോട്ട് സ്റ്റുഡിയോസ് പ്രേത പടങ്ങളാണ് ഇവർ ചെയ്യാന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു കേട്ടോ. വിക്രം വേദ. കാലം പോലെ കലങ്ങി മറഞ്ഞൊരു പുഴ വേറെയില്ല. അത് തിരിഞ്ഞും മറിഞ്ഞു ഒഴുകും. ഈ മനക്കലെ പടിപ്പര കടന്നാ പിന്നെ പാടം പുഴയും മലയൊക്കെ തന്നെയാ. നല്ല രസമുണ്ട്. ഫ്രം ദ ഡയറക്ടർ ഓഫ് ഭൂതകാലം. കളറും കാണാൻ നല്ല രസമുണ്ട്. നിങ്ങൾ ഈ സീനൊക്കെ തന്നെ കണ്ടു വെക്കൂ. ഇത് മമ്മൂക്കയുടെ സൗണ്ടാണ്. മമ്മൂക്ക പ്രേതാണ്. നെഗറ്റീവ് റോൾ ഉറപ്പ്. ഇവരെന്തോടെ വെട്ടനുണ്ട് കേട്ടോ. ഐ മീൻ ഒന്നെങ്കിൽ മരം, അതല്ലെങ്കിൽ ഒരു കുഴി. അടികൾ വളരെ കാലത്തിന് ശേഷം ഒരു അതിഥി എത്തുന്ന മഹത്തായ ദിവസം. മനക്കിലേക്ക് സ്വാഗതം. അതൊന്നും കൂടി വെക്കട്ടെ. വളരെ കാലത്തിന് ശേഷം ഒരു അതിഥി എത്തുന്ന മഹത്തായ ദിവസം. ഒരു ആർത്തിയുള്ള നമുക്ക് കാണാൻ വരുന്നത്. അതായത് കുറേ കാലമായിട്ട് വിശന്നിരിക്കുന്ന ഒരാൾക്ക് ഒരു ഭക്ഷണം കൊണ്ടെത്തിക്കുന്ന സമയത്തുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലേ, ഒരു സന്തോഷമില്ലേ, ആ ഒരു സാധനമാണ് പുള്ളിയുടെ മുഖത്ത് കാണാൻ വരുന്നത്. എനിക്ക് തോന്നുന്നു ഇര പിടിക്കാനായിട്ട് നിൽക്കുന്ന ഒരു വേട്ടക്കാരാണെന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നണേ. അവിടെ ചെന്ന് പെട്ടേക്കുന്നത് ഈ രണ്ടെണ്ണങ്ങൾ ഇങ്ങനെ തീർക്കുന്നുള്ളൊരു കാര്യം എനിക്ക് കണ്ടിട്ട് തോന്നേട്ടോ. സ്വാഗതം. വൗ, ആ സീനൊക്കെ പൊളിച്ചു കേട്ടോ. ശരിക്കും കളർ ടീസർ നിങ്ങളിപ്പോൾ കണ്ടു. ഇതിൻ്റെ തംബ്നെയിൽ പോലും കളറാന്നുള്ളൊരു കാര്യമാണ് ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത്. കാരണം ഡിസൈൻ സ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു ചാനലിനകത്ത് ഇന്നലെ വൈകിട്ട് നടന്നൊരു വീഡിയോ ആയിരുന്നത്. നല്ല രസമായിട്ടുണ്ട്. ഞാൻ അതുകൊണ്ടാണ് ഇത് റിയാക്ട് ചെയ്തത്. കാരണം മോണോക്രോം വേർഷൻ ഓൾറെഡി നമുക്കുണ്ട്, അത് ഓൾറെഡി നമുക്ക് കിട്ടും. പക്ഷേ ഈ ഒരു ഓപ്ഷൻ കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ കളറിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഈ ഒരു ഓപ്ഷൻ കൂടി ചൂസ് ചെയ്യാന്നുള്ളൊരു സംഭവമാണ് എനിക്ക് തോന്നിയത്. പല ഇംഗ്ലീഷ് മൂവീസിൽ നമുക്ക് ഈ കളർ വേർഷൻ്റെ ഓപ്ഷൻ കിട്ടാറുണ്ട്. ഐ മീൻ മോണോക്രോമിൽ വരുന്ന പല സിനിമകളുടെയും ഈ കളർ വേർഷൻ കൂടി കാണാനുള്ള ഓപ്ഷൻ സാധനം കിട്ടാറുണ്ട്. സോ ഈ സിനിമയ്ക്ക് അങ്ങനെ കിട്ടുമെന്നൊരു കാര്യം അറിയില്ല. പക്ഷേ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് തന്നെയാണ്. ഇതിൻ്റെ തംബ്നെയിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു. ഈ തംബ്നെയിൽ കാണുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന തുമ്പട് എന്ന് പറയുന്ന സിനിമയായിരുന്നു. മിക്ക ആൾക്കാരും കണ്ടിട്ടുണ്ടാവും ഈ സിനിമ. കാണാത്തതോട് ഞാൻ പറയുകയാണ്, നെറ്റ്ഫ്ലിക്സിൽ കിടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ടെലഗ്രാം എങ്ങനെയെങ്കിലൊക്കെ നിങ്ങൾ കണ്ടുനോക്കിക്കോ. കാരണം ഈ ഒരു മൂഡ് സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഹസ്കർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ മറക്കാനോ തുമ്പട് എന്ന് പറയുന്ന ഒരു സിനിമേനെ മറക്കാനോ ആരെ കൊണ്ടും പറ്റില്ല. ഗംഭീരമാണ് പടം എന്ന് പറയുന്ന ഒരു പെട്ട സാധനമാണ്. അതിനകത്ത് ഹസ്കർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് മനുഷ്യനെ പൂജിക്കുന്ന ആളാണ്, മനുഷ്യനെ തിന്നാനായിട്ട് ആഗ്രഹിക്കുന്ന ആളാണ്. ഇവിടെ ഈ ഒരു മമ്മൂക്കയുടെ കഥാപാത്രത്തിനെ കാണുന്ന സമയത്തും ഇദ്ദേഹത്തിന് പല്ലും മറ്റൊക്കെ കാണുന്ന സമയത്ത് ഈ ഇദ്ദേഹം
തിന്നത് ഒരു നരഭോജിനെ പോലത്തെ ഒരു ക്യാരക്ടറിനെ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഐ മീൻ ആ പല്ലിൻ്റെ ഒക്കെ ഒരു രൂപം ഭാവമൊക്കെയാണ് ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ പഴയ കാലഘട്ടത്തിന് കാണിക്കാനായിരിക്കാം. മമ്മൂക്കയുടെ ഒരു കഥാപാത്രം ഈ ഒരു മനയുടെ ഉടമയാണ്. അതായത് മനയിൽ ജീവിച്ചിരുന്ന ഈ മനയുടെ അധിപതിയായിട്ട് നേർന്ന ഒരാളാണെന്നുള്ളൊരു കാര്യം ഈ ഒരു ടീച്ചറിന് അതിനെ പറയുന്നുണ്ട്. ടൈമിനെ കുറിച്ച് എടുത്ത് കാണിക്കുന്നുണ്ട്, കാലഘട്ടത്തിനെ കുറിച്ച് പറയുന്ന ഒരു സിനിമ എന്ന് പറയുന്നുണ്ട്. ഒരു പക്ഷേ ഈ പുഴയ്ക്ക് അപ്പുറത്തുള്ള ഒരു മനയിലോട്ട് കയറുന്ന സമയത്ത് ടൈം ട്രാവൽ പോലുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ഇതിനകത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളൊരു കാര്യം അറിയില്ല. പക്ഷേ എന്നെ ഏറ്റവും കൂടുതൽ എക്സൈറ്റിംഗ് ഒക്കെ ഒരു കാര്യം എന്താ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ടീസർ ഇറങ്ങുന്നതിന് മുമ്പ് ഇതിന്റെ തലേദിവസിട്ടായിരുന്ന ഒരു പോസ്റ്റർ ആയിരുന്നു. ടീച്ചറിനെ കുറിച്ച് അനൗൺസ്മെന്റ് ചെയ്തേക്കുന്ന ഒരു പോസ്റ്റർ ആയിരുന്നു. ഈ പോസ്റ്ററിനകത്ത് മമ്മൂക്കയുടെ ഒരു കഥാപാത്രത്തിന് കാണാൻ വരുന്നുണ്ട്. മമ്മൂക്ക അവിടെ ഇരിക്കുന്നതായിട്ട് കാണാൻ വരുന്നുണ്ട്. ഇദ്ദേഹം ഇങ്ങനെ കൈ നീട്ടി പിടിച്ചേക്കുന്ന ഒരു രംഗമാണ് നിൽക്കുന്നത് കാണാൻ വരുന്നത്. ഇദ്ദേഹം കൈ നീട്ടി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തൊട്ടപ്പുറത്തായിട്ട് മറ്റൊരു കൈ വന്ന് നിൽക്കുന്നതായിട്ട് കാണാൻ വരുന്നുണ്ട്. ആക്ച്വലി ഈ രണ്ട് കൈകൾ എന്ന് പറയുന്നത് ആണിന്റെ കൈയാണ്, ഒരു പുരുഷന്റെ കൈയാണ് നമുക്ക് അവിടെ കാണാൻ വരുന്നത്. ഈ കൈ നമ്മളൊന്നും കൂടി സൂക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പുറത്തിരിക്കുന്ന കൈ എന്ന് പറയുന്നത് മമ്മൂക്കയുടെ കൈ പോലെ ആക്ച്വലി ഫീൽ ചെയ്യും. ഇദ്ദേഹം താഴെ ചമ്പ്രം പണിച്ചിരിക്കുന്ന രീതിയിലാണ് ഇരിക്കുന്നതായിട്ട് കാണാൻ വരുന്നത്. ഇങ്ങനെ ചമ്പ്രം പണിച്ചിരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് മുന്നിലായിട്ട് ഒരു പലക പോലെ എന്തോ ഒരു സംഭവം ഇങ്ങനെ വെച്ചേക്കുന്നതായിട്ട് കാണാൻ വരുന്നുണ്ട്. ആക്ച്വലി ഈ ഒരു പലക കാണുന്ന സമയത്ത് ഈ ഹിന്ദുസ് ഒക്കെ ജാതകം മറ്റൊക്കെ നോക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പലക ഉണ്ടല്ലോ, ഐ മീൻ ഹൊറോസ്കോപ്പ് മറ്റൊക്കെ നോക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പലക പോലെയായിരുന്നു ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷേ ഈ പലകയുടെ ഉള്ളിൽ ഒരുപാട് സ്ക്വയർ ഡിസൈൻ മറ്റും കാണാൻ പറ്റുന്നുണ്ടല്ലേ. ആക്ച്വലി ഈ സ്ക്വയർ ഡിസൈനും മറ്റും ഒരു ടി ഷേപ്പിലാണ് ഈ സാധനത്തിന്റെ പലകയുടെ ഡിസൈനും മറ്റും കൊടുത്തേക്കുന്നതായിട്ട് കാണാൻ വരുന്നത്. ശരിക്കും ഇതിനെപ്പറ്റി ഞാൻ റിസർച്ച് ചെയ്ത് പോകുന്ന സമയത്ത് പലതരത്തിലുള്ള സാധനങ്ങൾ കാണാൻ പറ്റിയായിരുന്നു. ആക്ച്വലി ഇത് ഓജബോർഡ് പോലെ വല്ല സാധനമാണോ, പ്രേതങ്ങളും മറ്റൊക്കെ ആയിട്ട് കോൺടാക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണോ ഒരു കാര്യം സംശയം. എന്തായാലും കാടിന്റെ അകത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ഒരു മനയുടെ അകത്തോട്ടാണ് ഈ രണ്ടുപേര് കയറി വന്നതായിട്ട് കാണാൻ വരുന്നത്. ഒരു പക്ഷേ ഇവർ രണ്ടുപേര് കള്ളന്മാരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മരം പോലെ അങ്ങനെ എന്തെങ്കിലും വെട്ടിയെടുത്ത് കൊണ്ടുപോകാനായിട്ട് ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ടുംബഡ് സിനിമയ്ക്കകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മരം വെട്ടാനായിട്ട് ഈ ഒരു കഥാപാത്രം വരുന്ന സമയത്താണ് ഇതിൻ്റെ ഉള്ളിൽ ഈ മനയുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. ടുംബഡ് എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടു നോക്കി കഴിഞ്ഞാൽ തന്നെയാണ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. വലിയൊരു നീതി ഉണ്ടെന്നുള്ളൊരു കാര്യം ഈ ഒരു മരം വെട്ടുകാരനായിട്ടുള്ള ഇദ്ദേഹം മനസ്സിലാക്കുന്നത്. സോ അത്തരത്തിൽ ഈ ഒരു മനയിലോട്ട് വന്നേക്കുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും നിധി ഉണ്ടെന്നുള്ളൊരു കാര്യം കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിനെ തട്ടാനായിട്ട് നോക്കുന്ന ഹസ്കറിനെ പോലെ കാത്തിരിക്കുന്ന ഒരു കഥാപാത്രമാണ് മമ്മൂക്കയുടെ ഒരു കഥാപാത്രം എന്നൊരു കാര്യം പറയാനായിട്ട് പറ്റില്ല. എനിവേസ് ഭയങ്കര രസകരമായിട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കഥാപാത്രമാണ്. അർജുൻ അശോകന്റെ കഥാപാത്രം ഈ സിനിമയുടെ അവസാന ഭാഗത്ത് എത്തുന്ന സമയത്ത് മരണപ്പെടാന്നുള്ളൊരു കാര്യം സംശയമാണ്. കാരണം അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് ഒരുപാട് ചോരയും മറ്റൊക്കെ വരുന്നതായിട്ട് കാണാൻ വരുന്നുണ്ട്. അവിടെ ഒരു കുഴി ഇങ്ങനെ വെട്ടിയിട്ടേക്കുന്നതായിട്ട് കാണാൻ വരുന്നുണ്ട്. സോ എന്തൊക്കെയാണ് ഇന്നത്തെ സംഭവിക്കാൻ പോകുന്ന കാര്യം ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് കാത്തിരിക്കേണ്ട ഒരു സംഭവം തന്നെയാണെന്നൊരു കാര്യം തന്നെയാണ്. MIU എന്ന് പറയുന്ന ഒരു ടീച്ചർ കാണുന്ന സമയത്ത് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത്. പക്ഷേ ഈ സിനിമയ്ക്ക് ഒരു മോണോക്രോം വേർഷനൊപ്പം തന്നെ ഒരു കളേർഡ് വേർഷനും കൂടി ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി നന്നായിരുന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നി. കാരണം ചില ആൾക്കാർക്ക് ഈ കളർ വേർഷനോടായിരിക്കും കൂടുതൽ താല്പര്യം ഉണ്ടാവുക. സോ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നന്നായിരുന്നു എന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നി. മേ ബി OTT-യിലെങ്കിലും വരുന്ന സമയത്ത് ഒരു കളർ വേർഷൻ ഉണ്ടായിരുന്നെങ്കിൽ അത് വേറെ ലെവലായിരുന്നു എന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നാണ്. സോ ആ ഒരു തീമാണ് അതിനകത്ത് കൊടുത്തേക്കുന്നത് എന്നുള്ളൊരു കാര്യമൊക്കെ ശരിക്കും ഒരു എക്സ്പെരിമെന്റൽ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. എനിവേസ് ഒരു ഗംഭീരമായിട്ട് ഇറങ്ങാൻ പോകുന്ന ഒരു പടം തന്നെയാണ് ബ്രഹ്മയുഗം എന്ന് പറയുന്നത്. ഒരു മാസ് എന്ന് പറയുന്ന ടിപ്പിക്കൽ പടങ്ങൾ നമ്മളിവിടെ കണ്ടു പറഞ്ഞേക്കുന്ന സമയത്ത് അതിനൊക്കെ മേലെ നിൽക്കുന്ന ഒരു സിനിമയാണെന്നുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇതിൻ്റെ നെഗറ്റീവായിട്ട് വരാൻ പോകുന്നതിന് മോണോക്രോം വേർഷൻ എന്നുള്ളൊരു സംഭവം ആയിരിക്കും എന്നുള്ളൊരു കാര്യം എനിക്കറിയില്ല. കാരണം ഇന്നത്തെ പ്രേക്ഷകർക്ക് ഇതൊക്കെ മനസ്സിലാക്കാനായിട്ടുള്ള കോമൺ സെൻസ് ഉണ്ട്, അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു കഴിവുണ്ട്. കാരണം ഇപ്പോൾ ഓപ്പൻഹൈമർ എന്ന് പറയുന്ന സിനിമയൊക്കെ നോക്കുകയാണെങ്കിലും ഒരുപാട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സീനുകളും മറ്റൊക്കെ സിനിമയിൽ വന്നിട്ടുണ്ടല്ലേ. ഫുള്ളായിട്ടൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വരാണെന്നുണ്ടെങ്കിൽ അത് എൻഗേജിങ് ആയിരിക്കുമോ, അത് ഓഡിയൻസിന് ഇഷ്ടപ്പെടുമെന്നൊരു കാര്യം എനിക്കറിയില്ല. ഏതായാലും ഏത് വേർഷനാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്? മോണോക്രോം വേർഷനാണോ, കളർ വേർഷനാണോ, ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നൊരു കാര്യം നിങ്ങളോട് ചോദിക്കുകയാണ്. സോ ഏത് വേർഷനാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നൊരു കാര്യം താഴെ ഒന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയിലേക്ക് വീഡിയോ മാക്സിമം പേരോട് ഷെയർ ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിച്ചേക്കുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി അമർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വീഡിയോകളുടെ അപ്ഡേറ്റുകളെല്ലാം കൂടി ലഭിക്കുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ഇറ്റ്സ് വിത്ത് ആൾ സെബാസ്റ്റ്യൻ സൈനിങ് ഔട്ട്. ബൈ.